ഒരു നപ്പ് സാധനം കിട്ടിയിട്ടുണ്ട്. നിന്റെ നപ്പും ചിപ്സും ഒന്നും ഇവിടെ വേണ്ട, നീ സ്ഥലം കാലിയാക്കി ഇറങ്ങ. താൻ കണ്ടിട്ട് പറവരെ തുടക്കത്തിലെ റോങ് ഇടല്ലേ. അപ്പൊ എങ്ങനെ ഞാൻ നിക്കണ അതാ പോണ? ഞാൻ ആ ജോലി വേണ്ടെന്ന് വെച്ചു. എന്താ കാരണം? കാരണമൊന്നുമില്ല, എനിക്ക് തോന്നി. ദിവസവും കിടന്ന് മരിച്ചു പണിതാൽ എന്താ കിട്ടുമെന്ന് എനിക്കല്ലേ അറിയൂ. തേടിയ വള്ളി കാലി ചുറ്റെന്ന് പറഞ്ഞ പോലെയായി. നിങ്ങളിത് എവിടെ ആയിരുന്നു മക്കളെ? ഞാൻ നിങ്ങളെ അന്വേഷിക്കാൻ നോക്കിയിട്ട് നാളെ എത്രയാണെന്ന് അറിയാവോ? നിനക്ക് പ്രമോഷൻ ആയെന്ന് കേട്ടപ്പോ സന്തോഷം തോന്നി. പക്ഷേ പോസ്റ്റിംഗ് ബോംബെയിലാണെന്ന് അറിഞ്ഞപ്പോ നിന്നെ പിരിഞ്ഞിരിക്കാനുള്ള വിഷമം കൊണ്ട് പറയുന്ന 2 വർഷം കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാലോ. തിരിച്ചു വരുമ്പോ കപ്പുമായി വരും, ഇല്ലെങ്കിൽ അത് വരുമ്പോ കാണാം. ഡൺ. അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങൾ കൊണ്ടുവന്നു. അതുപോലൊരു മാല എനിക്കും കൂടി ലേജായെങ്കിൽ. അതുപോലത്തെ ഒരു മാല എന്തിനാ? ഇത് തന്നെ വെച്ചോ, ഞാൻ വേറെ എടുത്തോളാം. പോകട്ടെ വെച്ചോ. നീ കാശും തരണ്ട, നന്നായിട്ട് പൊടിച്ചോ. ഇതുകൂടി കുറിച്ചോ? അതിവിദഗ്ധമായ രീതിയിൽ തുരപ്പം കൊച്ചുണ്ണി CID മൂസയുടെ കയ്യിൽ നിന്ന് ഊരിപ്പോയെന്ന്. അവൻ ഇതിന്റെ ഉള്ളിൽ ഊരിപ്പോയി. എടാ നിനക്ക് എന്നെ മനസ്സിലായോ? അത് തന്നെ എടാ, ഞാൻ പഴയ ഡേവിഡ് അങ്കിളിന്റെ മകൻ. പിഞ്ചു കുഞ്ഞാണല്ലേ. ഒരിക്കൽ കൂടി ഞങ്ങൾ കാത്തിരുന്നു തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങളുടെ മകന്. ഞാൻ തിരിച്ചു വരുമ്പോ അല്ലു സ്ട്രീറ്റിലെ മല്ലു സിംഗ്. അറിയത്തില്ലയോ കൊണത്താപ്പറമ്പിൽ ജോസ്? പിന്നെ ഇത് നല്ല കളി. എങ്കിൽ പിന്നെ മറക്കാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. നമുക്കിനി ഇങ്ങനെ മോനില്ല. വല്യംപ്രപ്പറ്റാട്ട ഒരു തരി മണ്ണിന് അനക്കിനി അവകാശമില്ല. സാഹിബ് ഉണ്ടാക്കിയതൊന്നും മൊയ്തീന് വേണ്ട. അത് ശരി, എന്നെ ആട്ടി ഇറക്കുകയാണല്ലേ? ഓർമ്മ വെച്ച 18-ാം വയസ്സ് മുതൽ ഈ വീട്ടിലെ ഉപ്പും ചോറും തിന്ന് വളർന്നവരാണ് ഞാൻ. ആ നന്ദി ഉള്ളതുകൊണ്ട് പറയാ, ഈ കുടുംബം ഞാൻ കുളം തോട്ടും. വാകേറിയ ദൈവം വകയും തരും തുമ്മിച്ചായ. എന്നാ അന്ന് പൂട്ടാനാ വിധിയെങ്കിൽ അതങ്ങ് പൂട്ടട്ടെ.